വയനാട് ദുരന്ത ബാധിതർക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന 200 ഭവനങ്ങളുടെ കോൺക്രീറ്റ് പൂർത്തിയായി. വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. ജോഷില, കോൺഗ്രസ് നൽകിയിരിക്കുന്ന വീടുകൾ അത് വാഗ്ദാനമായി മാത്രം ചുരുങ്ങുന്ന ഈ സമയത്താണ് ഇത്തരത്തിൽ സർക്കാർ നൽകിയിരിക്കുന്ന വീടുകൾ അതിന്റെ എല്ലാവിധ പണികളും പൂർത്തിയാക്കി ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്തോഷം അവിടെ നമുക്ക് പങ്കുവെക്കുവാൻ സാധിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും സിന്ധൂരി, 200 വീടുകളല്ല, ഇന്നലെ 200 വീടുകളായിരുന്നു, ഇന്ന് രാവിലേക്ക് അത് 205 വീടുകളായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. 205 വീടുകളുടെ കോൺക്രീറ്റ് പൂർത്തിയായിരിക്കുന്നു. ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. 205ാമത്തെ വീടിൻ്റെ കോൺക്രീറ്റും പൂർത്തിയായിരിക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് വീടിൻ്റെ കോൺക്രീറ്റ് പൂർത്തിയായിരിക്കുന്നത്. ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് വേണം പറയാൻ. ഒരു ദിവസം 10 വീടുകൾ കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ചുമതല അവർ കൃത്യമായി നിർവഹിക്കുന്നു എന്നുള്ളത് ആണ് വലിയ കാര്യമായി കാണാൻ സാധിക്കുന്നത്. 1400 തൊഴിലാളികളായിരുന്നു കഴിഞ്ഞ ആഴ്ച ഈ വീടിൻ്റെ പണിക്കായി നിർത്തിയതെങ്കിൽ ഇന്നത് 2000 തൊഴിലാളികളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. രാവും പകലും അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ മുന്നിലുള്ളൂ എന്നുള്ളതാണ്. അത് അധികൃതർ വിശദീകരിച്ചതുമാണ്. ഏകദേശം ജനുവരി പകുതിയോടുകൂടി തന്നെ എല്ലാ വീടുകളുടെയും കോൺക്രീറ്റ് പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ കോൺക്രീറ്റ് പൂർത്തിയാക്കുക എന്നുള്ളത് മാത്രമല്ല, വീട് കൈമാറാനുള്ള രീതിയിലേക്ക് തന്നെയാണ് പ്രവൃത്തികൾ പോവുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന വീടുകളുടെ ദൃശ്യങ്ങളാണ്. ഇത്രയും അധികം വീടുകൾ എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗത്ത് പണി പൂർത്തിയായി. അതേസമയം തന്നെ റോഡുകളുടെ പണിയും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഒരേ സമയം തന്നെ വീടിന് പുറമെ 79 വീടുകളുടെ പില്ലറുകൾ ഉയർന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ വാർപ്പ് പൂർത്തിയായ വീടുകളിൽ പ്ലംബിംഗ്, തേപ്പ്, ഫ്ലോറിംഗ് പ്രവൃത്തി എന്നിവ അതിവേഗത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ടൗൺഷിപ്പിനുള്ളിലെ 11.72 കിലോമീറ്റർ റോഡിൻ്റെ പ്രവൃത്തിയും ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ വിധത്തിലും ലോകോത്തര മാതൃകയായി കാണിക്കാവുന്ന രീതിയിൽ തന്നെയാണ്, ലോകോത്തര മാതൃക എന്ന് പറയാവുന്ന ദുരന്തബാധിതരുടെ ടൗൺഷിപ്പ് അത് ആ രീതിയിൽ തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് റോഡിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് എടുക്കാനിരിക്കുന്ന വീടുകളുടെ പില്ലറുകൾ ഏകദേശം 140ഓളം വീടുകൾ കൂടി ഇനി പൂർത്തിയാകേണ്ടതുണ്ട്. അതിൻ്റെ പില്ലറുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. പ്ലംബിംഗ് പണി മറ്റൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലും എന്തൊക്കെയാണ്, തേപ്പ് പൂർത്തിയാക്കുന്നു, ഫ്ലോറിംഗ് പണി ഒരു ഭാഗത്ത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിവേഗത്തിലാണ് ഈ ജോലികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജനുവരി മാസത്തോടുകൂടി ഈ ഒരു വർക്ക്, അതായത് ടൗൺഷിപ്പിൻ്റെ വർക്ക് പൂർത്തിയാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിന്ധൂരി. ശരി, ജോഷിലയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വയനാട് ദുരിതബാധിതർക്കായുള്ള സർക്കാരിന്റെ വീട് നിർമ്മാണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. 205 വീടുകളുടെ കോൺക്രീറ്റാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്.